ഇടുക്കി മൂന്നാറിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ച കേസിൽ പ്രതി പിടിയിൽ. ഡൽഹി സ്വദേശി നിതിൻ ശർമ്മയാണ് പോലീസ് മൈസൂരിൽ നിന്ന് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ബോംബ് ഭീഷണി സന്ദേശം അയച്ച പ്രതി പിടിയിലായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ. ദീപ്തി, ഡൽഹി സ്വദേശി 39-കാരനായ ഖാലിദ് എന്ന നിതിൻ ശർമ്മയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മൂന്നാറിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ബോംബ് വച്ചിട്ടുണ്ടെന്നൊരു ഭീഷണി സന്ദേശം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ വഴി അയക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് ഉടൻ തന്നെ ബോംബ് സ്ക്വാഡും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എല്ലാം പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പിന്നീട് നടത്തിയ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ മൈസൂർ ലദർബാദ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇവിടെയും സമാന രീതിയിൽ തന്നെ ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയപ്പോഴാണ് ഇവിടുത്തെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇവിടെ നിന്നാണ് മൂന്നാർ പോലീസ് ഇയാളെ പിടികൂടി ഇപ്പോൾ മൂന്നാറിൽ എത്തിച്ചിരിക്കുന്നത്. സമാനമായി ഇയാൾ കേരളത്തിൽ തമ്പാനൂർ, നെടുമ്പാശ്ശേരി, കണ്ണൂർ എയർപോർട്ട്, മട്ടന്നൂർ തുടങ്ങി സ്ഥലങ്ങളിലെല്ലാം തന്നെ ബോംബ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും ഇയാൾ ബോംബ് ഭീഷണി മുഴക്കി അറസ്റ്റിലായിട്ടുണ്ട്. കൂടാതെ രാജസ്ഥാൻ, ഹരിയാന എന്നിവിടങ്ങളിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് ഈ ആക്സിഡന്റ് സംഭവിച്ചതിൽ ഇയാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. കൂടാതെ 2017 എറണാകുളം വിയൂർ ജയിലിലും ഇയാൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ലുലു മോളിൽ ബോംബ് ഭീഷണി മുഴക്കിയിട്ടാണ് ഇയാൾ 2017 വിയൂർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചത്. ഏതായാലും ഇയാളെ മൂന്നാറിലെത്തിച്ച് ദേവികുളം കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ പോലീസ് വാങ്ങിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം പോലീസ് നടത്തും. കാരണം തീവ്രവാദ സംഘടനയായിട്ട് വല്ല ബന്ധമുണ്ടോ എന്നുള്ള കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ദീപ്തി. ശരി. ഇടുക്കി മൂന്നാറിൽ വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ച കേസിൽ പ്രതി പിടിയിൽ. ഡൽഹി സ്വദേശി നിതിൻ ശർമ്മയെയാണ് പോലീസ് മൈസൂരിൽ നിന്ന് പിടികൂടിയത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.